ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം കേട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ പിണ്ടി ചലഞ്ചിൻ്റെ വിന്നറെ പ്രഖ്യാപിച്ചു. വിന്നറെ നമ്മളെ ഈ വീഡിയോയിൽ ലാസ്റ്റിൽ നമ്മളെ വിന്നറെ കാണാം, നമ്മുടെ പിണ്ടി കാണാം കേട്ടോ. പിണ്ടി ചലഞ്ച് നമ്മുടെ ഞങ്ങൾ ആകെ 2 പ്രാവശ്യമാണ് ഒരു പിണ്ടി ചലഞ്ച് നടത്തിയിട്ടുള്ളത്. പിണ്ടി ചലഞ്ച് മുപ്ലിയത്തെ അപേക്ഷിച്ച് ഭയങ്കര ഒരു മത്സരം തന്നെയായിരുന്നു ഇഞ്ചക്കുണ്ട്. ഇഞ്ചുകൊണ്ടിലുള്ള ഒരു മത്സരബുദ്ധിയോട് കൂടിയിട്ടാണ് നമ്മുടെ പിണ്ടി ചലഞ്ച് ഏറ്റെടുത്തത്. അത് വളരെയധികം സന്തോഷമുണ്ട്. അതിനൊരു നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ആ രീതിയിൽ നല്ലൊരു രീതിയിലായിട്ട് അവർ ആ ചലഞ്ചിനെ ഏറ്റെടുത്തു. ഞങ്ങളൊക്കെ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു ഇതായിരുന്നു. അത് ഇടയ്ക്കിട്ട് ഞങ്ങൾ നോക്കും, ഇത് ആരെങ്കിലും കമൻറ്റ് ഇടുന്നുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഒരു ടീമിനാണ് കമൻറ്റ് കൂടുതലെങ്കിൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ആകാംക്ഷയാണ്, വീണ്ടും ഞങ്ങൾ നോക്കും. അപ്പോൾ അതിനേക്കാളും കൂടുതൽ വേറെ ടീമിനായിരിക്കും. അങ്ങനെ ശരിക്കും ഒരു ഇലക്ഷൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഞങ്ങൾ ഇതിനെ എൻജോയ് ചെയ്ത്. ഇലക്ഷൻ്റെ റിസൾട്ടിന് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും സ്വന്തമായൊരു ആരെങ്കിലും ഒരു പാർട്ടി വിശ്വാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് താല്പര്യം ഉണ്ടാവും. ഒരു വ്യക്തിയോട് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തി പുറകിലോട്ട് വരുമ്പോൾ നമുക്ക് വിഷമാവും. ഇതിപ്പോൾ നമുക്ക് പിണ്ടി ചലഞ്ച് എല്ലാവരും സെയിം ആയിരുന്നു, ഒരേപോലെ ആയിരുന്നു. ആരും മുന്നോട്ട് വരണം, ആരെങ്കിലും മുന്നോട്ട് വരണമെന്നോ ആരെങ്കിലും പിന്നോട്ട് വരണമെന്നോ നമുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഞങ്ങളതൊരു വലിയൊരു നിങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യായിരുന്നു ഞാനും ബിന്ദു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയും, അവർ ഇവരെ വെട്ടിച്ച് അവരെ വെട്ടിച്ചെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും നോക്കുമായിരുന്നു. ഓക്കെ, എന്തായിരുന്നാലും ഈവൻ ഞങ്ങൾ ഇത് ഒരു 2ാമത്തെ ഒരു ചലഞ്ചാണ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ പല പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ പോരായ്മകളൊക്കെ തിരുത്തിക്കൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിനേക്കാളും ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ചലഞ്ച് ഞങ്ങൾ പറഞ്ഞല്ലോ, ക്യൂട്ട് ബേബി ചലഞ്ചാണ്. അതുപോലെ തന്നെ ഇനി ക്രിസ്മസ് ആയ പുൽക്കൂട് മത്സരവും അടുത്ത പ്രാവശ്യം ദൈവം സഹായിക്കുകയാണെങ്കിൽ പിണ്ടി മത്സരവും ഞങ്ങൾ നടത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വിജയെ കാണാം. പിന്നെ ഇന്ന് തന്നെ ഞങ്ങൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഗിഫ്റ്റ് അവർക്ക് കൈമാറാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. പിന്നെ ഇന്ന് മുപ്ലിയത്ത് ഞങ്ങൾക്ക് വേറൊരു പ്രോഗ്രാമുണ്ട്, വ്യാപാരി വ്യവസായികളുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കാരണം ഇന്ന് നമ്മൾ ഇത് കൊടുക്കില്ല. നമ്മൾ അവരെ പാർട്ടിയെ വിളിച്ച് അവരോടൊപ്പം നാളെ മറ്റന്നാളെ നമ്മൾ കൊടുക്കും. പാർട്ടിയെ വിളിച്ച് അവർ വീട്ടിലുള്ള സമയത്തായിരിക്കും ഞങ്ങൾ ചെല്ലുക. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു മത്സരബുദ്ധിയോട് കൂടി ഏറ്റെടുത്ത ഇഞ്ചക്കുണ്ടുകാർക്കും അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്.